പ്രധാനമന്ത്രി അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണി അറസ്റ്റിൽ. കോഴിക്കോട് സൈബർ സിറ്റി പോലീസാണ് ജാൻ മണിയെ അറസ്റ്റ് ചെയ്തത്. ബി.ജെ.പി നേതാവ് നവ്യ ഹരിദാസാണ് പരാതി നൽകിയത്. ജാൻ മണിക്കൊപ്പം 2 പേർ കൂടി അറസ്റ്റിലായി. വീഡിയോ ചിത്രീകരിച്ചയാളും വീഡിയോ ഷെയർ ചെയ്തയാളുമാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, നമുക്കറിയാം ജന്തർ മന്തർ സമരത്തിലടക്കം സമര അനുകൂലികളോടൊപ്പം ചേരുകയും ആ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്ത ആളാണ് ജാൻ മണി. അതുകൂടി കൊണ്ട് തന്നെയാകണം ഒരു പ്രതികാര നടപടി എന്ന അർത്ഥത്തിൽ ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വീഡിയോ സംബന്ധിച്ച്, കേസിനെ സംബന്ധിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ. അതെ, ഈ പ്രധാനമന്ത്രി അവഹേളനത്തിന്മേലാണ് മഹിളാ മോർച്ചയുടെ പരാതിയിന്മേലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. ബി.ജെ.പി നേതാവും ബി.ജെ.പിയുടെ കൗൺസിലറുമായ നവ്യ ഹരിദാസാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. ഈ സംഭവത്തിൽ ജാൻമണി നേരത്തെ തന്നെ മാപ്പ് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെയും പിതാവിനെയും പ്രത്യേകിച്ച് അമ്മയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ജാൻമണിയെ കൂടാതെ മറ്റു 2 പേർ കൂടി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. വീഡിയോ ചിത്രീകരിച്ചയാളും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത ആളുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തി എന്നാണ് ജാൻമണിക്കെതിരായുള്ള പരാതി. BNS സെക്ഷൻ 192, 356, 2 കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് FIR-ൽ പരാമർശിക്കുന്നത്. സംഭവം വിവാദമായതിനെ തുടർന്ന് ജാൻമണി ആദ്യമേ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ മാപ്പ് പറഞ്ഞിരുന്നു. എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-യിലെ പ്രവർത്തകരും നേതാക്കളും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പല ഭാഗത്ത് പരാതി നൽകുകയായിരുന്നു. ഇതിൽ ആദ്യം പരാതി പോയത് കോഴിക്കോടാണ്. അങ്ങനെയാണ് ഈ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നതും ജാൻമണിയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ആദ്യം ലഭിച്ച വിവരം അനുസരിച്ച് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ ജാൻമണി ഈ കുറ്റം റിപ്പീറ്റ് ചെയ്യാൻ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ഇപ്പോൾ ഈ ജാൻമണി ഇപ്പോൾ ഇവിടെ കോഴിക്കോട് സൈബർ പോലീസ് ഓഫീസിൽ ഉണ്ട്. വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിയിലേക്കാണ് കോഴിക്കോട് സൈബർ സെൽ കടക്കുന്നത്.